മാസപ്പടി കേസിൽ CMRL എക്സാലോജിക് കള്ളപ്പണ ഇടപാടാരോപണ കേസിൽ സംസ്ഥാനത്തും പുറത്തുമായി 12 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് തുടരുന്നു. പുലർച്ചെ 5:30 മണിയോടുകൂടി തുടങ്ങിയ റെയ്ഡാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ ടി വീണ, ഭാര്യ കമല എന്നിവർ താമസിക്കുന്ന തിരുവനന്തപുരത്തെ വാടക വീട്ടിലടക്കം ഇപ്പോഴും റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയനും മകൾക്കുമടക്കം ഇപ്പോഴും പുറത്തേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ 6 മണിക്കൂറിലേക്ക് ഈ റെയ്ഡ് കടക്കുകയാണ്. റെയ്ഡ് മാത്രമാണോ, പിണറായി വിജയനും മകളെയും അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നുണ്ടോ, മൊഴിയെടുപ്പ് നടക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയുമില്ല. ഇപ്പോഴത്തെ ഈ റെയ്ഡിൻ്റെ പുരോഗതി സംബന്ധിച്ചും പുറത്തേക്ക് ഒരു വിവരങ്ങളും വരുന്നില്ല എന്നുള്ളതും കൂടിയാണ്. ഒപ്പം ഈ റെയ്ഡിൻ്റെ തുടർ നടപടി, അടുത്ത ഘട്ടം എന്തായിരിക്കും എന്നുള്ളതും CPM കേന്ദ്രങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ടി വീണയെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്നതും അറിയണം. ഇപ്പോൾ KK ശൈലജ ടീച്ചർ സംസാരിക്കുന്നുണ്ട് അതിലേക്ക്. രാഷ്ട്രീയപ്രേരിതമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. കുറേ കാലമായി ഈ പ്രശ്നം ഇങ്ങനെ പറയുകയാണ്. എന്നാൽ അതിലൊന്നും കഴമ്പില്ലെന്ന് നിരവധി അവസരങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് കേരളീയർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് വിജയം പോലും കോൺഗ്രസും BJPയും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് എന്നെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. കാലം അത് തെളിയിക്കുക തന്നെ ചെയ്യും. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടി കോൺഗ്രസും BJPയും ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിശോധന CPMന്റെ നേതാക്കന്മാർക്കെതിരായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പിണറായിക്കും കുടുംബത്തിനും എതിരായിട്ടാണ് ഈ അന്വേഷണം ഇപ്പോൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന് കാരണമായി പറയുന്ന പല കാര്യങ്ങളിലും നിങ്ങളെല്ലാം കണ്ടതാണ്. മാത്യു കൊഴുനാടൻ്റെ കേസിൻ്റെ വിധിയുടെ ഒക്കെ ഭാഗമായിട്ട് വീണ വിജയൻ്റെ എക്സാലോജിക് കേസിൻ്റെ വിധിയൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതിലൊന്നും യാതൊരു കഴമ്പുമില്ലെന്ന് പലപ്പോഴായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു